കോനാൻ്റെ സംവിധായകൻ ജോൺ മിലിയസിനെ പരിചയപ്പെടുന്നത്. ജോൺ മിലിയസ് ഒരു US മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് റിട്ടയർ ചെയ്താണ് ഈ സിനിമാ സംവിധാന രംഗത്തേക്ക് വരുന്നത്. ജോണുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അർണോൾഡ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടന്ന ഒരു ദാരുണ സംഭവം, USS ഇൻഡ്യാനാപോളിസ് എന്നാണ് അത് US നേവിയിൽ അറിയപ്പെടുന്നത്. ആക്ച്വലി അത് അവരുടെ ഒരു കപ്പലിൻ്റെ പേരായിരുന്നു. ആ കപ്പൽ 1945 ജൂലൈ 30 ജപ്പാൻ അപ്രതീക്ഷിതമായി ഒരു മുങ്ങിക്കപ്പൽ ആക്രമണത്തിലൂടെ മുക്കി. അതിൽ ഏകദേശം 1200 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 316 ആൾക്കാർ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരെ ബോഡി പോലും കിട്ടിയില്ല, എല്ലാം സ്രാവുകൾ തിന്നു തീർത്തു. അത്തരം കടലിൻ്റെ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു ആ ആക്രമണം. ആ സംഭവം നടന്ന് 7ാമത്തെ ദിവസമാണ് ഹിരോഷിമയിൽ ആദ്യത്തെ ആറ്റം ബോംബ് വീഴുന്നത്. അതായത് വട്ടി കൊടുത്ത് അടി വാങ്ങിക്കുകയായിരുന്നു ജപ്പാൻ. 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നാഗാസാക്കിയിൽ അടുത്ത ബോംബ് തീർന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു.